ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ പരിശോധന നടക്കുകയാണ് പലയിടങ്ങളിലും. ഇഡി നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്തു എന്ന വിവരങ്ങളാണ് ഇഡി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. ശബരിമലയിലെ സംഭാവനകളിൽ ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തി. ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിലാണ് ഇന്നിപ്പോൾ പലയിടങ്ങളിലും ഇഡിയുടെ പരിശോധന നടന്നത്. നെയ് വിതരണ ക്രമക്കേടിലും ഇഡി പരിശോധനയുണ്ടായിരുന്നു. തന്ത്രി ഒഴികെ എല്ലാ പ്രതികളുടെ വീട്ടിലും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, 14 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഈ പരിശോധന. പല രേഖകളും പിടികൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒടുവിൽ ഇഡിയും കളത്തിലിറങ്ങി. കേരളത്തിനകത്തും പുറത്തും ഒരേ സമയം പരിശോധന 21 ഇടങ്ങളിൽ. പ്രധാനമായും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തായിരുന്നു ഇഡിയുടെ പരിശോധന. ഇവിടുന്ന് ചില നിർണായകമായ വിവരങ്ങളും രേഖകളുമൊക്കെ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. ശബരിമലയിലെ സംഭാവന, നെയ്വിൽപ്പന എന്നിവയിലൊക്കെ ക്രമക്കേടുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇതിലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് മാത്രമായിരുന്നില്ല ഈ കേസിലെ പ്രതികളായ എ പത്മകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി, മറ്റ് അംഗങ്ങൾ തുടങ്ങിയവരെല്ലാവരുടെയും വീടുകളിലും അവരുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം ഇഡി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട നിലവിൽ പ്രതിയേർക്കപ്പെട്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കും. കഴിഞ്ഞ ദിവസം ഈ കേസിലെ മുഖ്യപ്രതികളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്, മരവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം SIT കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റാരുടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയും അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള നടപടികളിലേക്ക് പോകും. കള്ളപ്പണം ഉപയോഗിച്ച് വസ്തുവകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകെട്ടുന്നുള്ള നടപടികളിലേക്കും ഇഡി വൈകാതെ കടക്കുകയും ചെയ്യും. ഇന്ന് പ്രധാനമായും പരിശോധന നടത്തിയെങ്കിലും തന്ത്രിയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ മാത്രം പരിശോധന നടത്തിയില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരിശോധനയിലേക്ക് ഇഡി കടക്കാത്തത് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതേസമയം ഇഡിയുടെ അന്വേഷണത്തിനെതിരെ മന്ത്രിമാരുൾപ്പെടെ രംഗത്ത് വരുന്ന കാഴ്ചയുണ്ടായി. മന്ത്രി VN വാസവനാണ് ഈ അന്വേഷണത്തിൽ സംശയമുണ്ടെന്നുള്ള ഒരു കാര്യം ആദ്യം പറയുന്നത്. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇഡി എന്തിനാണ് വരുന്നത്, ഇഡി എന്തിനാണ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് വാസവൻ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ SIT പരിശോധിക്കുന്നത് ഈ ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും കൊണ്ടുപോയി അതിൽ സ്വർണം കവർന്നതും അതിന്റെ വിൽപ്പനയുടെ കാര്യമാണെങ്കിൽ ഈ കള്ളപ്പണ ഇടപാടുകളെ കുറിച്ചാണ് ഇഡി പരിശോധിക്കുന്നത് എന്നുള്ളതാണ്. രണ്ട് അന്വേഷണമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇഡി വരുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് CPM പ്രധാനമായി ഉന്നയിക്കുന്നത്. ഇഡി എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. പക്ഷേ കേരളത്തിൽ പാർട്ടികൾ പറയുന്നത്, CPM പറയുന്നത് എലക്ഷൻ ഡ്രാമ എന്നുള്ളതാണ് ഇഡിയെ കുറിച്ച് പറയുന്നത്. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഇഡി ഇങ്ങനെ ഓരോ കേസുകളുമായി മുന്നോട്ട് വരികയും ചെയ്യും. അതിലൊക്കെ എന്ത് റിസൾട്ട് ഉണ്ടാകുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്യുന്നത്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അത്തരത്തിൽ ഒരു വളരെ വിവാദമുണ്ടായ ഒരു കേസാണ്. പക്ഷേ അതിൽ എന്ത് നടപടികൾ ഉണ്ടായി എന്നുള്ളതാണ് CPM ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിലൊരു വിവാദവും ചർച്ചയും ഒക്കെ സജീവമായി നിലനിൽക്കുകയും ചെയ്യുകയാണ്. ഈ കേസിൽ SIT എന്തായാലും വളരെ വേഗത്തിൽ തന്നെ അന്വേഷണമായി മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് വൈകാതെ തന്നെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും, കൂടുതൽ ഉന്നതർ ഇതിൽ കുടുങ്ങുമെന്നുള്ളതാണ്. ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും കൊണ്ടുപോയ കേസിൽ ഇപ്പോൾ ആകെ 5 പേരെ കുറിച്ചാണ് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ അറസ്റ്റിലേക്ക് വൈകാതെ തന്നെ അന്വേഷണ സംഘം കടക്കും എന്നുള്ളൊരു സൂചനയും എന്തായാലും നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലെ വ്യാപ്തി വർദ്ധിക്കുകയും ചെയ്യുകയാണ്. നേരത്തെ ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും അതോടൊപ്പം തന്നെ ശബരിമലയിലെ പുതിയ കൊടിമരം നിർമ്മാണമൊക്കെയാണ് അന്വേഷണത്തിന്റെ പരിധിയിൽ നിന്നിരുന്നെങ്കിൽ അതല്ല അതിനപ്പുറത്തേക്ക് 20 വർഷത്തെ ഇടപാടുകൾ പരിശോധിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പരിശോധന നടത്തുന്നത്. ഈ പാളികളിൽ നിന്ന് സ്വർണം കവർന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് സ്ഥിരീകരിക്കുന്നതിനും കൂടുതൽ പരിശോധനകൾ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി ശബരിമലയിൽ ഉൾപ്പെടെ ഇന്നെത്തി പരിശോധന നടത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടങ്ങളിൽ അന്വേഷണ സംഘം പരിശോധന നടത്തും. കൂടുതൽ അറസ്റ്റും പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് കൂടുതൽ പേരിലേക്ക്, കൂടുതൽ ഇടങ്ങളിലേക്കൊക്കെ അന്വേഷണം. SITയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഒരു വശത്ത് ഇഡി കൂടി കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇഡിയുടെ ഒരു ഉദ്ദേശശുദ്ധി അതുകൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. തന്ത്രിയെ മാറ്റി നിർത്തി മറ്റുള്ള പ്രതികളുടെ വീടുകളിലും അവരുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലുമൊക്കെയാണ് ഇന്നിപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. 14 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. പല പ്രധാനപ്പെട്ട രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇഡി
അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇ ഡി കടക്കുമോ എന്നത് തന്നെയാണ് കണ്ടറിയേണ്ടത്. വിവരങ്ങളാണ് സിജോ വി ജോൺ നൽകിയത്.